ഇതെന്താ ഇത്രയും നേരമായിട്ട് എന്നാലും വിളിക്കായിരുന്നേ? മാളൂട്ടി, ഗുഡ് മോർണിംഗ്. ഹലോ മാഡം, ഒന്നും മിണ്ടാതെ പോകണോ? തിരിച്ചൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോടോ. നീ ഇത്ര പെട്ടെന്ന് റെഡിയായോടാ? സ്കൂളിൽ പോറാ നിനക്ക്? അമ്മ വിശക്കണു. ദേ വരുന്നു മാളു. ഹലോ മേഡം, നമ്മുടെ ബെഡ് കോഫി കിട്ടിയില്ല ഇതുവരെ. ഇതെന്തോടെ മുഖം വെറുപ്പിക്കാൻ എത്ര കാരണം? ഞാൻ ഒരു ബെഡ് കോഫി അല്ലേ ചോദിച്ചുള്ളൂ. മോളെ, ബുക്കൊക്കെ എടുത്തു വെച്ചിട്ടാണോ കഴിക്കാൻ വന്നിരിക്കുന്നേ? കുടിക്കും മോളെ. വേണ്ട അമ്മ. പിണക്കത്തിന്റെ കാര്യത്തിൽ അമ്മയും മോളും ഒറ്റ കെട്ടല്ലേ? ആയിക്കോ, ഒരു ദിവസം കാപ്പ് പിടിച്ചില്ല ഞാൻ ചത്തൊന്നും പോകത്തില്ലല്ലോ. എന്താ ഇങ്ങനെ രണ്ടുപേരും ഒറ്റക്കെട്ടിട്ടൊന്ന് സമരം ചെയ്യുന്നേ? അപ്പൊ അതിലെന്തോ കാര്യമുണ്ടല്ലോ. ഓടല്ലേ മാളു, വീഴും. റിയ, മോളു, ഉമ്മ വന്നിട്ട് കൂടാപ്പയ്ക്ക്. പപ്പ എന്തൊരു സ്മെല്ലാ ഇത്? പപ്പ ഡ്രിങ്ക്സ് കുടിക്കാറുണ്ടല്ലേ? ഇല്ലല്ലോ, ആരാ മോളോട് ഇതൊക്കെ പറഞ്ഞത്? പപ്പ ഇന്നലെ വന്നിട്ട് കിടന്നപ്പോ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു. ഇല്ല മാളൂട്ടി, പപ്പ അങ്ങനെ ഒന്നും കുടിക്കാറില്ല. ഈ മമ്മി ചുമ്മാ കള്ളം പറയാ. ചുമ്മാ അല്ലങ്ങ, പപ്പയുടെ ഷെൽഫിൽ കണ്ടിട്ടുണ്ടല്ലോ ഡ്രിങ്ക്സ് ഇരിക്കുന്നേ. മാളൂട്ടി, അത് പപ്പ. നോക്കിക്കോ പപ്പ, പപ്പ ഇപ്പോ ഡ്രിങ്ക്സ് ചെയ്താലും സ്മോക്ക് ചെയ്താലും ഞാനും മമ്മയും മിണ്ടത്തില്ല. പപ്പയുടെ ചക്കര അങ്ങനെ പറയല്ലേ. മോളും മമ്മിയും പിണങ്ങിയ പിന്നെ പപ്പയ്ക്ക് ആരാ ഉള്ളേ? ഒരു കാര്യം ചെയ്യാം, ഇന്ന് മുതൽ പപ്പ ഒരു പുതിയ മനുഷ്യനാ. നോ ഡ്രിങ്ക്, നോ സ്മോക്ക്. എന്താ പോരെ? പ്രോമിസ്? പ്രോമിസ്. ഉമ്മ. അപ്പൊ ഇവിടുന്നും കൂടെ കിട്ടുകായിരുന്നെങ്കി. മോൻ ആദ്യം നല്ല കുട്ടിയായിട്ട് ഓഫീസിൽ പോവാൻ നോക്ക്. ആർക്ക് വേണം നിന്റെ ഉമ്മ? ഒരു ഉമ്മയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? താങ്ക്സ് മോളു. ബൈഡാ. അതെ, മോൾക്ക് കൊടുത്ത പ്രോമിസ് എനിക്കൂടെ ഉള്ളതാട്ടോ, മറക്കണ്ട. Hello? I have already told you. Anyway, arrange the meeting tomorrow itself. Okay?
Okay, I can understand. But not. Don't make it late. No. Mm-hmm. At any cost, ആ കോൺട്രാക്ട് നമുക്ക് തന്നെ കിട്ടണം. Okay, bye. Meet you tomorrow. ഛേ. ഈ ഫയൽ ഞാൻ വെച്ചോളാം. നാളത്തെ മീറ്റിങ്ങിനുള്ള ഫയലാ. ഇതിന്റെ ഒരു കോപ്പി സൂക്ഷിച്ചാൽ മതി. ഓക്കെ. ഓക്കെ സർ. ജീവൻ സാർ, നമ്മളെ കൂടി ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോണം. നൈറ്റിന് വലിയാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അളിയ ഞാൻ പിന്നെ വാ, വാ, കേറ്. വാ. ഇല്ല ഞാൻ അളിയ അത് അതും ഇതൊന്നുമില്ല. വാട്സപ്പ് റിപ്ലൈ ഇല്ല, ഫോൺ വിളിച്ച് എടുക്കത്തൂല. എനിക്ക് മനസ്സിലായി, ആളിയെ സ്കൂട്ടാനുള്ള പരിപാടിയാണല്ലേ. അളിയ എനിക്കിന്ന് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടാ. സോറി. ദാ ഇവൻ ഇപ്പൊ അയച്ച മെസ്സേജാ, മീറ്റിംഗ് വിത്ത് നീ മര്യാദയ്ക്ക് വരുന്നുണ്ടോ ഇല്ലയോ? അളിയ ഞാൻ മോളോട്ടിക്ക് പ്രോമിസ് ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. എന്നെ ഒന്ന് ഒഴിവാക്ക് പ്ലീസ്. നമ്മൾ മാത്രം, ക്ലോസ് ഫ്രണ്ട്സ് മാത്രമുള്ള ബാച്ചിലേഴ്സ് പാർട്ടിയാ. അതിന് നമ്മൾ പോയില്ല എങ്ങനെയാ? അളിയാ നീ ഒന്ന് തല കാണിച്ചിട്ട് പോ. കഴിക്കുന്നില്ലേ കഴിക്കണ്ട. എന്നാ ഓക്കെ. ഞാൻ ജീവന്റെ കൂടെ വരാം, അല്ലെങ്കിൽ ഇവൻ വഴിക്ക് വെച്ച് മുങ്ങിയാലോ. ആ വീണ മോളെ, ഞാൻ ഇറങ്ങിയിട്ടില്ല. എന്താടാ? ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആവും. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിന്റെ അറേഞ്ച്മെന്റ്സ് കുറച്ചും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങും. ഓക്കെ. നാളെ ഇവനും നമ്മളെ പോലെ കുരുക്കിടാൻ പോകും. ഇവന്റെ സന്തോഷത്തിന് ആളെ ഇത് കുടിച്ചേ. എടാ എനിക്കിത് വേണ്ട, എനിക്ക് കോള മതി. പ്ലീസ് നിർബന്ധിക്കരുത്. കുടി കുടി പ്ലീസ്. ഒന്ന് പറഞ്ഞില്ലേ? കുടിയളിയാ ഇപ്പൊ അപ്പൊ ഒന്നുമില്ല. ആളെ ഒന്ന് ഇതടിക്കാൻ വേണ്ടിയിട്ട് പിടിക്കളയാ. എന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ വ്രതം പോലും നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. അളിയാ കെട്ടിക്കഴിഞ്ഞാൽ നീ ഇവനെ പോലെ ചാടി കയറി പ്രോമിസ് ഒന്നും കൊടുത്തേക്കരുത്. എപ്പോഴും ഭാര്യയുടെ മേളിൽ ഒരു അപ്പർ ഹാൻഡ് വേണം. ഇത് പ്രോമിസ് ഒന്നും അല്ല, സത്യം പറഞ്ഞ ഭാര്യയെ പേടി. നിനക്ക് ഭാര്യ പേടിയല്ലടാ. മച്ചാൻ കലിപ്പ് തന്നെ. അടിപൊളി. ഈ കല്യാണം എന്ന് പറഞ്ഞ ഇത്ര മെനകെട്ട പരിപാടിയല്ലേ. ഞാൻ പെണ്ണ് കെട്ടണ്ടല്ലോ അളിയാ. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കല്യാണം കഴിഞ്ഞാ മോനെ ലൈഫ് തുടങ്ങുന്നത്. നമ്മളെ സ്നേഹിക്കാനും കാത്തിരിക്കാനും ആളുകളുണ്ടാകുന്ന ഒരു സുഖമാ. ഭാര്യ, കുഞ്ഞ്. ഹലോ മോളെ. ഞാൻ വന്നോണ്ടിരിക്കുക. അളിയാ ഞാൻ ഇറങ്ങുന്നളിയാ. ഇനി ഇറങ്ങിയില്ലെങ്കിലേ ശരിയാവില്ല. ഓക്കെ. ജീവ നീ ഫിറ്റ.
നീ നോർമലായിട്ട് പോയാ മതി. ഓടാ. എടാ No. എടാ ഞങ്ങള് കൊണ്ടുവിടാ. എന്തോ ആക്കല്ലേ, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. യു ഗൈസ് Okay. എൻജോയ് ദ പാർട്ടി. ഓക്കെ. ഓക്കേ, ഓക്കേ. ആ അളിയാ, ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു അളിയാ. ഓക്കെ, കല്യാണത്തിന് കല്യാണത്തിന് കാണാം. ഗുഡ് നൈറ്റ്. അപ്പൊ അതാണ് കാര്യം. ഓടല്ലേ മാളു, വീഴും. മോളെ, മോളു ഇന്നെന്താ മറന്നുപോയോ? പപ്പയ്ക്ക് ഉമ്മ കൊടുത്ത് ബൈ പറയാത്തെന്തേ? അയ്യോ സോറി അമ്മ. ഉമ്മ. വീണ, ഞാനിപ്പോ എത്തും. ഉം. ഉം. ഉമ്മ. ബൈ. ഇതൊരു ജീവന്റെ മാത്രം കഥയല്ല. ആഘോഷങ്ങളുടെ ലഹരിയിൽ സ്വന്തം ജീവിതം മറക്കുമ്പോൾ ഇല്ലാതെയാകുന്നത് നമ്മളെ കാത്തിരിക്കുന്നവരുടെ കൂടി ജീവിതമാണ്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടത് നമ്മളുടെയും കൂടി ആവശ്യമാണ്. ജസ്റ്റ് റിമെമ്പർ.